ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിസോസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ മുന്നേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ലുക്കും അതുപോലെ ആ ഒരു ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്നൊക്കെ വിരുന്നേർ വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫലൂദയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. ഫലൂദ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അനാറ്, ബനാന, ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫ്രൂട്ട്സ് എടുക്കാം. പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കണ്ട. അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു പുളിപ്പ് ടേസ്റ്റ് വന്നാൽ പിന്നെ ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കുന്നതല്ലേ, അപ്പം ഫ്ലേവറിൽ മാറ്റം വരും. ഞാൻ ഈ 3 ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും ഒഴിവാക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ചിട്ടാണ്. കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കളറ് മാറാതിരിക്കാനും നല്ലൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി അതിലേക്കുള്ള ചിയാ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ജെല്ലി മിഠായിയാണ്. നമുക്ക് ജെല്ലി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ജെല്ലി പൗഡർ വാങ്ങിയിട്ട് ചുടുവെള്ളത്തിൽ മിക്സാക്കി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡീസ് വാങ്ങാൻ കിട്ടും, അത് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ മിഠായി എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ബദാമും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് എക്സ്ട്രാ ചോക്കോസും കൂടെ എടുക്കുന്നുണ്ട്. ചോക്കോസ് ഇല്ലെങ്കിൽ കോൺഫ്ലെക്സും കൂടെ മിക്സ് ആക്കാം കേട്ടോ. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ള മെയിൻ സംഭവം കൂടെ ഉള്ളൂ. അസംബിൾ ചെയ്യുന്നത് സ്ട്രോബെറി ഐസ്ക്രീം വെച്ചിട്ടാണ്. ഞാൻ ആ ഫ്ലേവറിൽ തന്നെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ആ ഫ്ലേവർ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രോബെറി ഐസ്ക്രീം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തെ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെയറായിട്ട് ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ ഏത് ഫ്ലേവർ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്കിതിൽ കൂട്ടും കുറച്ചും ചേർത്ത് കൊടുക്കാം. ക്യാൻഡീസ് എന്തായാലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ജെല്ലി മിഠായി കേട്ടോ. ജെല്ലിൻ്റെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിൻ്റെ മുകളിലായിട്ട് 5ാമത്തെ ലെയറായിട്ട് ചോക്കോസാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റ് ലെയറായിട്ട് വീണ്ടും ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഫലൂദയുടെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കി നോക്കും. സമ്മർ സീസണിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയും കൂടെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റു നല്ല വീഡിയോസിനായിട്ട് കീപ്പ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.